ഒരു 100 കൂട്ടം തിരക്കുള്ള അതിന്റെ ഇടയിലെ പണ്ട് ഒപ്പിടല് അതൊക്കെ അമ്മോട് പോയി പറഞ്ഞോ. ടീച്ചറിനോ കൊറേ ചീത്ത പറഞ്ഞു. എന്തെങ്കിലും ഒന്ന് ഒപ്പിട്ടരോ? അച്ഛനാണെങ്കിൽ ജോലി തിരക്കാരൻ ഒപ്പിട്ടരില്ല. അമ്മെങ്കിലും ഒന്ന് ഒപ്പിട്ടരോ? എന്താണ് നിനക്ക് വേണ്ടത്? നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടില്ലേ, എനിക്ക് സമയമില്ല അവിടെ. അപ്പൊ എന്റെ സ്കൂളിലത്തെ എല്ലാ കുട്ടികൾക്കും ഒപ്പിട്ട് കൊടുത്തു, എനിക്ക് മാത്രം. അച്ഛനോട് പറ, എനിക്ക് ഇവിടെ ഒരുപാട് ജോലികളുണ്ട്. ടീച്ചർമാരുടെ ചീത്ത പറയുന്നുണ്ട്. ഓ കുട്ടി നീ പോ, എനിക്ക് വയ്യ. അച്ഛനോട് പോയി പറയും, എനിക്ക് ജോലികളുണ്ട്. എന്താണ് ഒരു കോശത്തിൽ എങ്ങനെ പ്രോട്ടീൻ ജീനുകളുടെ സഹായത്തിലാണ് ജീൻ പ്രവർത്തിക്കുമ്പോൾ കോശത്തിൽ എന്തവിടെ ഈ ബെഞ്ചിലുള്ളവർ മാത്രം എന്താണ് ഒരു ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്ത പ്രശ്നം? പുസ്തകം എവിടെ ഇവിടെയൊക്കെ എന്താ പുസ്തകം എവിടെയുള്ളൂ? പുസ്തകം കൊണ്ടുവന്നില്ലേ? അന്തേ ഒരു വിഷയത്തിന്റെ ബുക്കും കൊണ്ടുവന്നില്ലേ? ഒരു നോട്ട്ബുക്ക് എടുത്തേ. അതെന്താ നോട്ട് ടെക്സ്റ്റ് ഒന്ന് കൊണ്ടുവരാണ്ട് സ്കൂളിൽ നിന്ന് പോരണേ? ഒന്ന് എണീറ്റിന്റെ നോട്ടെ എണീക്ക്. ഒരു കാര്യം ചോദിക്കാനോ? സ്കൂളിലേക്കല്ലേ വരുന്നേ, പിന്നെന്താ പുസ്തകം കൊണ്ടുവരാത്തെ? മറ്റുള്ള ക്ലാസ്സിലൊക്കെ പുസ്തകം എടുത്ത് എഴുതാറുണ്ടോ? അടിച്ചാലും പ്രശ്നമല്ല, ചീത്ത പറഞ്ഞാലൊന്നുമില്ല. അതൊന്നുമില്ല. ആരോട് പറയില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഈ സാധനം കണ്ടോ? ഈ സാധനം നമ്മളെ ചുണ്ടിന്റെ ഇടയിൽ വെച്ചാണ്ടല്ലോ, പിന്നെ നമുക്ക് ദുഃഖം ഉണ്ടാവില്ല, വിഷമം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഫുള്ള് സന്തോഷം. നമ്മളൊരു സ്വർഗത്തേക്ക് പോയ പോലെ നമ്മൾ ഫുള്ള് പറന്ന് നടന്ന് കളിച്ച് സന്തോഷിച്ച്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വെക്കണോ? ഇതെവിടുന്നാടാ? ആർക്കെങ്കിലും വെക്കണോ? ഇതിന്റെ ചേട്ടന്മാര് കൊടുന്നു തന്നാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ? അല്ലാണ്ട് ചേട്ടന്മാരല്ലോ, അതിന്റെ സ്വന്തം ചേട്ടന്മാരെക്കാൾ സ്നേഹിക്കുന്ന വേറെ ചേട്ടന്മാരുണ്ടിരിക്കും. ഓര് കൊടുന്നതാ. അപ്പൊ ഇതിന് കുറെ പൈസ ആവൂലേ? അതൊന്നുമില്ല. എന്റെ സ്വന്തം ചേട്ടന്മാര് പുറത്ത് വലിയ വിലക്ക് വാങ്ങിയ സാധനം ഇന്നെ ഇഷ്ടമുള്ളതുകൊണ്ട് ചെറിയ വിലക്ക് തരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ? ഓരോരുത്തര് ഇത് വിറ്റാ എനിക്ക് നല്ല കാശും കിട്ടും. നോക്കി, ഇതൊക്കെ അത് വിറ്റ് കിട്ടിയ കാശാ. ഇതൊക്കെ വിറ്റ്
അവിടെ ഇപ്പം തരാം. നാളെ എൻ്റെ അച്ഛൻ പണി മാറ്റി വരുള്ളൂ. അപ്പൊ എൻ്റെ അച്ഛൻ്റെ ഷർട്ട് ഹാങ്ങറുമല്ലേ ഇടുക. അപ്പൊ ആ പോക്കറ്റിൽ പൈസ ഉണ്ടാവും. അത് നൈസിൽ എടുക്കണം. ഇച്ച് കിട്ടും. ഇച്ച് ഞാൻ എൻ്റെ അമ്മയുടെ മറ്റേ അരിമ്പാത്രത്തിൽ പൈസ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അത് ഞാൻ എടുക്കും. അപ്പൊ നാളെ സെറ്റ്. ഓക്കെ. ടീച്ചറെ 10ാം ക്ലാസ്സിൽ സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ പീരീഡിലും ഒന്നുകിൽ ഇങ്ങനെ ക്ലാസ് ശ്രദ്ധിക്കാണ്ട് ഇങ്ങനെ ഡെസ്കിൽ തലവെച്ച് കിടക്കുക. നമ്മളിങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു അബോധാവസ്ഥയിൽ ഇങ്ങനെ എണീറ്റ് നോക്കുന്നുണ്ടാവും. അപ്പൊ നോട്ട് എടുക്കാൻ പറഞ്ഞപ്പോൾ ആകെ 2 നോട്ട്ബുക്കാണ് ആ കുട്ടിയുടെ. ടീച്ചറെ നമുക്കൊരു കാര്യം ചെയ്താലോ? നമ്മളെ കൗൺസിലറല്ലേ മിഷന ടീച്ചർ? അതെ അതെ. ടീച്ചറോടൊന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളെ വിളിച്ച് എന്താണ് അവരുടെ പ്രശ്നം എന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കിയാലോ? ശരി. ആ നിഷ്ണ ടീച്ചറിനെ ടീച്ചറിപ്പോൾ എവിടെയുള്ളത്? ആ ഒന്ന് ഓഫീസിലേക്ക് ഒന്ന് വരുമോ? ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ക്ലാസ്സിൽ കയറുന്നില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും അതെ അവർ ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല, വൈകിട്ടാണ് അവർ ക്ലാസ്സിൽ കയറുന്നത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവരെ കുറിച്ച് സ്ഥിരമായിട്ട് ടീച്ചേഴ്സ് പറയുന്നുണ്ട്. ഞങ്ങളൊന്നും ചെയ്യില്ല, നമ്മളാണ് അവരെ വളർത്തുന്നത്. നമ്മളൊക്കെ ചെയ്യും. നമ്മൾ എത്ര അച്ചടക്കത്തോടു കൂടിയിട്ടാണ് വിടുന്നത്. നിങ്ങളല്ലേ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ രീതിയിലൊന്നും ചെയ്യുന്ന അവരൊന്നും ചെയ്യുന്ന ആൾക്കാർ വരുന്നു പോകുന്നു. നമ്മള് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് മക്കളെ അങ്ങനെ വളർത്തിണ്ടാക്കിയിട്ട് ഈ ഒരു അവസ്ഥയിലാണ് ചെയ്യുക. അവർക്ക് വേണ്ടിയിട്ട് എല്ലാവിധ സൗകര്യങ്ങളും എല്ലാം നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനൊരു അവസ്ഥയിലല്ല ഇപ്പോൾ പ്രയാസം അവർ അറിയിക്കുന്നില്ല. അവർക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ കൊടുത്തിട്ടാണ്, എന്നിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ അംഗനവാദൊന്നും ഒരു കുറവ് എടുത്ത് വരുത്തില്ല. അവർ എന്ത് പറഞ്ഞു വെച്ചാൽ അതെല്ലാം വാങ്ങി കൊടുക്കണം. നമ്മൾ ആ രീതിയിലാണ് പോകുന്നത്. എന്നിട്ടും
അങ്ങനൊരു അവസ്ഥയിലെത്തിയത് വളരെ വലിയ പ്രയാസമുണ്ട്. സമയത്ത് നിങ്ങൾ കരഞ്ഞിട്ടോ കുട്ടികളെ കുറ്റപ്പെടുത്തിയിട്ടോ ഒരു കാര്യവുമില്ല. കാരണം കഴിഞ്ഞു പോയതിനെ കുറിച്ച് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. അവരെ നമുക്ക് എങ്ങനെ ശരിയാക്കി എടുക്കാം എന്നുള്ളതാണ്. നമ്മുടെ ഇവിടെ എല്ലാ ടീച്ചേഴ്സും റെഡിയാണ് അവരെ മാറ്റിയെടുക്കാൻ. കുട്ടികളും സമ്മതം പറഞ്ഞിട്ടുണ്ട് അവരെ മാറാന്നുള്ളത്. അപ്പോൾ ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് അവർക്ക് ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ നിങ്ങളിപ്പോൾ ജീവിച്ച പോലെ ആയിരിക്കില്ല, പല മാറ്റങ്ങളും വരുത്തേണ്ടി വരും. അപ്പം അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല സഹകരണം ആവശ്യം. അവർക്കിപ്പോൾ സ്വയം നിർത്താൻ പറ്റാത്തൊരവസ്ഥയിൽ സ്റ്റേജിലാണ് അവരിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ആദ്യം അവർക്കൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതുണ്ട്. നാട്ടിൽ കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ അവസ്ഥയാണ്. കുട്ടികളുടെ ഭാവി നഷ്ടാവില്ലേ? ഇപ്പൊ ഇങ്ങനത്തെ ഒരു സാധനം ഉപയോഗിക്കുന്ന നാട്ടുകാർ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുട്ടികളെ എല്ലാവരും ഒറ്റപ്പെടുത്തില്ലേ? അത് ഭയങ്കര പ്രയാസമാണ്. നിങ്ങൾ വിചാരിക്കുന്ന ട്രീറ്റ്മെൻ്റ് അല്ല. നിങ്ങൾ സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി എനിക്ക് മരുന്ന് വാങ്ങണം, അതിനുള്ള ട്രീറ്റ്മെൻ്റ് അല്ല. കുട്ടികൾക്ക് അവരുടെ ആരോഗ്യത്തിനനുസരിച്ചിട്ടും അവരുടെ ഭാവിയൊക്കെ സുരക്ഷിതമാക്കി തന്നെയായിരിക്കും നമ്മൾ എല്ലാവരും അറിയിച്ചിട്ട് ചെയ്യേണ്ടതല്ല അത്. നാളെ ഒരു കാലത്ത് നമ്മുടെ മക്കൾ റോഡിലും വഴിയിലും എല്ലാവരുടെയും ശാപമേറ്റ് വാങ്ങി ജീവിക്കുന്നതിൽ നല്ലതല്ലേ ഇപ്പോൾ അവരെ മാറ്റി. അല്ല ടീച്ചറെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ ഈ കുട്ടി അങ്ങനെ ശ്രദ്ധിക്കാൻ കഴിയില്ല. ഞങ്ങൾ ഓട്ടം തന്നെയായിരുന്നു. നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളും കുട്ടികൾക്ക് വേണ്ടതൊക്കെ ഒരുക്കി കൊടുക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത് മാത്രം പോരാ, കുട്ടികളുടെ കുറച്ച് സമയം കണ്ടെത്തിക്കൊണ്ട് അവരുടെ കാര്യം കൂടി പരിഗണിക്കണം എന്ന് ഇപ്പോൾ തോന്നുകയാണ്. എന്തായാലും ഇനി നിങ്ങളുടെ എല്ലാവരും സഹകരണത്തോടു കൂടിയിട്ട് അവരുടെ ചികിത്സയും എങ്ങനെ വെച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാം. എന്തായാലും കുട്ടിയെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ മോനായിട്ട് തിരിച്ചു കിട്ടണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. അതിനുവേണ്ടി ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങളെ നമ്മളെ ചേട്ടന്മാരില്ലേ അവരെ കാണാൻ പോവുക. അത് വേണ്ട കാരണം നല്ലതല്ല. ഞങ്ങൾ തന്നെ അറിയാണ്ട് അതിൽ പോയി പെട്ടതാ. നിങ്ങൾ അതിൽ പോയി പെടരുത്. അത് വേണ്ട. കാരണം അവർ തരുന്ന മുട്ടയിലൊക്കെ വിഷം. ഞങ്ങൾ യൂസ് ചെയ്യരുത്. വേണ്ട, അത് അങ്ങോട്ട് പോകണ്ട. ആ ഭാഗത്തേക്ക് നിങ്ങൾ പോകണ്ട. കാരണം അത് നല്ല പ്രശ്നങ്ങളാണ്. ഈ നാട് തന്നെ ഒരു കാരണം നശിച്ചത്. ആ മുട്ടയിലൊക്കെ നിറച്ച് വിഷമാണ് ഒരു തരുന്നതിൽ. നിങ്ങളവിടെ പോകണ്ട, അത് യൂസ് ചെയ്യരുത്. അന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു അവർ ഞങ്ങളെ ഉപയോഗിച്ച് ഈ നാടിനെ മൊത്തം നശിപ്പിക്കുകയായിരുന്നെന്ന്. ഇന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു, അതിൽ നിന്ന് പിന്മാറി. വിദ്യാഭ്യാസമാണ് നമ്മുടെ ലഹരി. വിദ്യാഭ്യാസമാണ് നമ്മുടെ ലഹരി. വിദ്യാഭ്യാസമാണ് നമ്മുടെ ലഹരി.